ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമസ്യൂട്ടിക്സിലെ യൂണിറ്റ് 5-ലെ ക്യാപ്സ്യൂൾസ് ആണ്. നമ്മളിത് 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഇന്ന് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ക്യാപ്സ്യൂൾസ് എന്താണ്, ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂൾസ്, ഡിഫറെൻറ്റ് സൈസ് ഓഫ് ക്യാപ്സ്യൂൾസ്, പിന്നെ നമ്മൾ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ ഹാൻഡ്ലിങ്ങും ഒക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2-ൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ക്യാപ്സ്യൂൾസ് നമ്മൾ ഓൾറെഡി ടാബ്ലറ്റ്സ് പഠിച്ചല്ലേ. ടാബ്ലറ്റ്സ് പഠിച്ച പോലെ നമുക്ക് ടാബ്ലറ്റും ക്യാപ്സ്യൂൾസും ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സോളിഡ് ഡോസേജ് ഫോംസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സോളിഡ് ഡോസേജ് ഫോംസ് ആണ്. അതിനകത്ത് എന്താണുള്ളത്? It consisting of a single dose of drug enclosed in a water soluble shell of a suitable form of gelatin. അതായത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സോളിഡ് ഡോസേജ് ഫോം ആണ്. അതിൻ്റെ അകത്ത് സിംഗിൾ ഡോസ് ഓഫ് ഡ്രഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സിംഗിൾ ഡോസ് ഓഫ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്സ്യൂൾ കണ്ടെയ്ൻസ് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മെഡിക്കേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്താണ് ഒറ്റ പ്രാവശ്യമേ അത് കഴിക്കുള്ളൂ. അതിനെയാണ് ഈ സിംഗിൾ ഡോസ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത്. ഒറ്റ ഡോസിൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ വാട്ടർ സോലുബിൾ ഷെൽ. ഒരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഷെല്ലിൻ്റെ അകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മെഡിക്കമെൻറ്റ്സ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ജെലാറ്റിൻ ആയിരിക്കും ഈ ഷെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ഷെല്ലിൻ്റെ അകത്ത് യൂണിറ്റ് ഡോസിലുള്ള മെഡിക്കമെൻറ്റ്സ് ആയിരിക്കും ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ളത്. ക്യാപ്സ്യൂൾ ഒരു സോളിഡ് ഡോസേജ് ഫോമാണ്. ഓക്കെ, ഇനി USP ബേസ് ചെയ്തിട്ട് ക്യാപ്സ്യൂളിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാപ്സ്യൂൾസ് ആർ സോളിഡ് ഡോസേജ് ഫോം ഇൻ വിച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആർ സീൽഡ് ഇൻ എ ഹാർഡ് ഓർ സോഫ്റ്റ് കണ്ടെയ്നർ ഷെൽ. അതായത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു സോളിഡ് ഡോസേജ് ഫോം ആണ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെഡിക്കമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ക്യാപ്സ്യൂൾ ഷെല്ലിൻ്റെ അകത്ത്, അതിപ്പോൾ ഹാർഡ് ജെലാറ്റിൻ ആണെങ്കിലും സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആണെങ്കിലും ആ ഷെല്ലിൻ്റെ അകത്ത് എന്താണ് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. ക്യാപ്സ്യൂളിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലയൻസ് ആൻഡ് കൺവീനിയൻസ് ആണ്. അതായത് ക്യാപ്സ്യൂൾ വളരെ സ്മൂത്താണ്. അതിൻ്റെ ലൈറ്റ് ഷെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് സോളോ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഡ്രഗിൻ്റെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഓർഡറും മാസ്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. ആ ഷെല്ലിൻ്റെ അകത്താണുള്ളത് അല്ലേ, അപ്പം മാസ്ക് ചെയ്യാനായിട്ടും പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ബയോ അവൈലബിലിറ്റിയാണ്. അത് ഹൈ ബയോ അവൈലബിലിറ്റി ആൻഡ് സ്പീഡ്. അതായത് ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്നത്. അതാണ് ഈ സ്പീഡ് കൊണ്ട്. ക്വിക്കായിട്ടത് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ഫാസ്റ്റർ ഓൺസെറ്റ്. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെന്താണ് പെട്ടെന്ന് തന്നെ അത് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, പർട്ടിക്കുലർലി വിത്ത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ. ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആയിരിക്കും ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ക്വിക്ക് ആക്ഷൻ തരുന്നത്. പിന്നെ നെക്സ്റ്റ് ഫോർമുലേഷൻ വേഴ്സറ്റാലിറ്റി. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപ്സ്യൂളിൽ ഹാർഡ് ജെലാറ്റിനും സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നമുക്ക് ലിക്വിഡ്സിനെയോ പൗഡേഴ്സ്, പെല്ലറ്റ്സ്, ഗ്രാനുൾസ് ഇതിനെയൊക്കെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല സസ്റ്റെയിൻ റിലീസ് ഫോർമുലേഷനൊക്കെ നമുക്ക് ക്യാപ്സ്യൂൾ വഴി ഇപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോർമുലേഷൻ വേഴ്സറ്റാലിറ്റി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനിമൽ എക്സിപ്പിയൻസ്. നമുക്ക് ടാബ്ലറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സിപ്പിയൻസിൻ്റെ ആവശ്യമില്ല ക്യാപ്സ്യൂള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്യൂവർ ബൈൻഡേഴ്സും ലൂബ്രിക്കൻസും ഒക്കെ മതി. പിന്നെ സ്റ്റൊമക് ഇറിറ്റേഷനും അലർജിക് റിയാക്ഷനും ഒക്കെ ആസ് കമ്പയർഡ് ടു ടാബ്ലറ്റ്സ് നമ്മുടെ ക്യാപ്സ്യൂൾസിന് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എസ്തെറ്റിക്സ് ആണ്. നമുക്കറിയാം ക്യാപ്സ്യൂൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പം ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സ്യൂളിന് ബോഡിയും ക്യാപ്പും ഒക്കെ ഉണ്ടല്ലേ. ബോഡിയും ക്യാപ്പും ഒക്കെ ഡിഫറെൻറ്റ് കളറിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം അത് വെറുതെ കൊടുക്കുന്നതല്ല അങ്ങനെ. അതായത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ കളറും ഒക്കെ എന്താണ് പേഷ്യൻസിന് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് വരുന്നത് അല്ലേ. അതാണ് എസ്തെറ്റിക്സിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം ക്യാപ്സ്യൂളിൻ്റെ.
കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്കിതിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജ്. അതായത് ഇപ്പം ഈ ഷെൽസ് എന്ന് പറയുന്നത്, ക്യാപ്സ്യൂളിൻ്റെ ഷെൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ് മോയ്സ്ചറിനോടും ടെമ്പറേച്ചറിനോടും ഒക്കെ. അതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ ഈ ഷെല്ലൊക്കെ ഭയങ്കര സ്റ്റിക്കി ആവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളൊക്കെ നമ്മൾ ചെറുതായിട്ടൊരു നനവ് പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആവാനും നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും അല്ലേ. അതാണ് സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻസ് ഇൻ ഫോർമുലേഷൻ. അതായത് ഹൈലി സോലുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫർവെസൻ്റോ ഡെലിക്കസൻ്റോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്ക് ക്യാപ്സ്യൂൾ ഷെല്ലിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെയെന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എഫ്ലോറസൻ്റ് ഡെലിക്കസൻ്റ് സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഷെല്ല് സോഫ്റ്റൻ ആവാനും അത് ബ്രിട്ടിൽ ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഇൻകോപ്പറേറ്റ് ചെയ്യില്ല, അത് അൺസ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോസേജ് ഇൻഫ്ലെക്സിബിലിറ്റി. അതായത് ഇപ്പം ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടാബ്ലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ക്യാപ്സ്യൂളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാനോ ക്രഷ് ചെയ്ത് കഴിക്കാനോ പറ്റില്ല. അങ്ങനെ നമുക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഡോസേജ് ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ചോക്കിംഗ് റിസ്ക് ആണ്. റയർ കേസിൽ പറയുന്നതാണ് ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ ഡിസ്ഫാജിയ, അതായത് സോളോ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള പേഷ്യൻസിന് ക്യാപ്സ്യൂളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് റയർ കേസിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂൾ ആണ്. ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂൾ പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ, എൻട്രി കോട്ടഡ്, അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളും സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂളും ആണ്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ടൈപ്സും കൂടി പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ്. ഈ കാണുന്നതാണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ബോഡിയും ഒരു ക്യാപ്പും ഉണ്ടായിരിക്കും. കണ്ടില്ലേ, രണ്ടായിട്ടാണ് കാണുന്നത് അല്ലേ. ഒരു ബോഡിയും ഉണ്ടായിരിക്കും, ഒരു ക്യാപ്പും ഉണ്ടായിരിക്കും. യൂഷ്വലി അതിൻ്റെ അകത്ത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സോളിഡ് ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് പൗഡേഴ്സ്, ഗ്രാനുൾസ് അല്ലെങ്കിൽ പെല്ലറ്റ്സ് ഒക്കെയാണ് ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂളാണ്. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ മീൻ ഗുളികയൊക്കെ കണ്ടിട്ടില്ലേ, അതായത് omega-3 ക്യാപ്സ്യൂൾസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇതാണ് നമ്മളുടെ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സോഫ്റ്റ് ജെൽസ് എന്നും പറയും. ഇതെന്ന് പറയുന്നത് സീംലെസ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, വൺ പീസ് ഷെല്ലാണ്. അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതായിരിക്കും. ഇത് വൺ പീസ് ആണ് അല്ലേ, ഒരൊറ്റ ഷെല്ലേ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. സീംലെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ് പോലെ ജോയിൻസോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഇതിനെ സീംലെസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ ഐഡിയൽ ഫോർ ലിക്വിഡ്, ഓയിൽ ബേസ്ഡ് ഓർ സെമി സോളിഡ് ഡ്രഗ്സിനെ നമുക്കിതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത്. ലിക്വിഡ്, ഓയിൽ ബേസ്ഡ് ഓർ സെമി സോളിഡ് ഡ്രഗ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് HPMC ക്യാപ്സ്യൂളാണ്. ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് ക്യാപ്സ്യൂളാണ്. അതായത് ഇതൊരു വെജിറ്റേറിയൻ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ് ആണെന്നാണ് പറയുന്നത് ടു ജെലാറ്റിൻ. അതായത് മെയിനായിട്ടും ഈ പ്ലാന്റ് സെല്ലുലോസിൽ നിന്നൊക്കെയാണിത് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഒരു ഐഡിയൽ ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ് ഈ HPMC ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെയിൻലി എന്താണ്, പ്ലാന്റ് സെല്ലോസിൽ നിന്നാണ് ഇതിനെ മെയ്ഡ് ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഹീറ്റ് വിത്ത് വീഗൻസ് ഓർ വെജിറ്റേറിയൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ആണ്. എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക്കലി കോട്ടഡ് ടു റെസിസ്റ്റ് സ്റ്റൊമക് ആസിഡ്. നമ്മൾ ടാബ്ലറ്റ്സ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലേ, ചില ടാബ്ലറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടാബ്ലറ്റ് ഇപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തേണ്ട ടാബ്ലറ്റ് ആണെങ്കിൽ സ്റ്റൊമക്കിൽ എത്തുമ്പോഴേ അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ട്, അപ്പോൾ ആക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ക്യാപ്സ്യൂൾസിൻ്റെ കാര്യത്തിലും എന്താണ്, ക്യാപ്സ്യൂൾസിന് കോട്ടിങ് കൊടുക്കുന്നുണ്ട്, എൻറ്ററിക് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് ഇൻറ്റസ്റ്റൈനിൽ എത്താൻ വേണ്ടിയിട്ടും സ്റ്റൊമക്കിൽ നിന്ന് ഉള്ള ഡീഗ്രഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻറ്ററിക് കോട്ടഡ് ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് മോഡിഫൈഡ് റിലീസ് ക്യാപ്സ്യൂൾ. മോഡിഫൈഡ് റിലീസ് ക്യാപ്സ്യൂൾ നമ്മൾ ടാബ്ലറ്റ്സ് പറഞ്ഞ പോലെ തന്നെ സസ്റ്റെയിൻ റിലീസിനും എക്സ്റ്റൻഡ് റിലീസിനും ഡിലേ റിലീസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന ക്യാപ്സ്യൂൾസ് ആണ് മോഡിഫൈഡ് റിലീസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ടാർഗറ്റഡ് സൈറ്റിൽ അല്ലെങ്കിൽ പിന്നെ ഡ്രഗ് റിലീസ് നമുക്ക് പതുക്കെ ഡ്രഗ് റിലീസ് മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡിഫൈഡ് റിലീസ് ക്യാപ്സ്യൂൾസിലാണ്
ഡ്രഗിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ലിക്വിഡ് ഫിൽ ഹാർഡ് ക്യാപ്സ്യൂൾസ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് അപ്രോച്ചാണ്. അതായത് ലിക്വിഡ് ഫോമുലേഷൻസ് നമ്മൾ ട്രഡീഷണൽ ഹാർഡ് ക്യാപ്സ്യൂളിൽ ഫില്ല് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ലിക്വിഡ് ഫിൽ ഹാർഡ് ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ,